ലീലേ, ലീലേ, എടാ, നീ ആരോട് ചോദിച്ചോണ്ട് ഇതെല്ലാം വാങ്ങി? നിനക്ക് ഡർബാർ അടിക്കാനുള്ളതാണോ എന്റെ പണം? എടാ, നിന്നോടാണ് ചോദിച്ചത്. എന്താ നിന്റെ നാവ് താണുപോയോ? ഇതുവരെ താണു കിടക്കുകയായിരുന്നു, ഇപ്പൊ ഉയർന്നിരിക്കുകയാണ്. ഈ സാരി വാങ്ങാൻ നിനക്ക് പണം എവിടുന്ന് കിട്ടി? എന്റെ അമ്മയുടെ ബാഗിൽ നിന്ന് എടുത്തു. എരപ്പാളി, നീ കള്ളനാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഷെൽഫിൽ നിന്നും രൂപ കാണാതായപ്പോഴെല്ലാം ഞാൻ ഗണേശനെ സംശയിച്ചു. എന്റെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി നീ ഭാര്യയ്ക്കും അമ്മായിച്ചനും കൊടുക്കുകയാണല്ലേ? അമ്മ അനാവശ്യമായി സംസാരിക്കരുത്. ഈ സാരി വാങ്ങാനുള്ള പണം ഞാൻ എടുത്തത് ശരിയാണ്. എന്റെ ഭാര്യയ്ക്കും വസ്ത്രം ആവശ്യമുണ്ട്, എനിക്കും അവകാശം ഈ വീട്ടിലുണ്ട്. നീ പോയി കേസ് കൊടുക്കട. വേണ്ടി വന്നാൽ അതും ചെയ്യും. മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. എന്താണ് സുരേഷ് ഇങ്ങനെ പെരുമാറുന്നത്? അമ്മയോട് ബഹുമാനമില്ലാതെ സംസാരിക്കരുത്. മതിയടി അഭിനയിച്ചത്. നിന്റെ തലേണ മന്ത്രം കൊണ്ടല്ലേ ഇവൻ എന്റെ പണം മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചത്. ഈ സാരി ഒന്നും ഞാൻ ഉടുക്കാൻ പോകുന്നില്ല. വിദ്യ എടുത്തുകൊള്ളട്ടെ, എനിക്ക് വേണ്ട. ഓഹോ, നീ ഉടുക്കുന്നൊന്ന് കാണണം. എന്നാൽ ഇവിടെ ആർക്കും ഒന്നും വേണ്ട, എല്ലാം നശിക്കട്ടെ. ഇറങ്ങണ എന്റെ പടിക്ക് പുറത്ത്. അങ്ങനെ നീ എന്നെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ലീലേ, ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. വരൂ, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകണം. വരാനാ പറഞ്ഞത്? ഇല്ല, ഞാൻ വരില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. ഈ വീടാണ് എനിക്കെല്ലാം. ഞാൻ വരില്ല. ലീലേ, നിന്നോടാണ് പറഞ്ഞത് പുറത്തിറങ്ങാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയാണ്. ഈ നിമിഷം ഇവിടെ നടക്കണം. എടി വരൂ. ഞാൻ വരുന്നില്ല. എടി വരാനാ പറഞ്ഞത്? ഞാൻ വരുന്നില്ല. അയ്യോ, ഞാൻ വരുന്നില്ല. വേണ്ട. അയ്യോ, ഞാൻ വരുന്നില്ല. പോയി കുറിയാട്ടെ. എലിമെന്റ് എന്നെ പറ്റി എന്ത് വിചാരിച്ചു? ഇഡിയറ്റ്. എന്താ ഇത്? അല്ലേ? എന്താ വെച്ചേ, തൽക്കാലം ഈ വീട്ടിൽ താമസിക്കാം അല്ലേ? ഈ വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, ഇത് ധാരാളം മതി. ആ, ഇനി ഗ്രഹനായകന് നായകൻ കൂടി ഇരുന്ന് ഒരു ഡുവറ്റ് പാടും. ഞാൻ പോയി അല്ലറയില്ല കുറച്ച് സാധനം മേടിച്ചോണ്ട് വരട്ടെ. ഞാൻ പോരാമായിരുന്നല്ലോ. ആരെങ്കിലും കണ്ടാൽ? പാടില്ല, പാടില്ല. ഇതെല്ലാരും കാണണം. അവർക്കൊക്കെ ഇതൊരു ഗുണപാഠമായിരിക്കണം. മോനെ, നോക്ക് മോനെ, ആരാ വന്നിരിക്കുന്നത്? ഞാനിതിനു മുൻപ് ഇവിടെ വന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ സ്വച്ഛസുന്ദരമായ ജീവിതം ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാത്തതിന്റെ പിണക്കമാണോ അച്ഛന്? എനിക്ക് ഒരു പിണക്കവുമില്ല കുഞ്ഞെ. ജീവിതാദർശങ്ങളുടെ കാര്യത്തിൽ നീ എന്നെ തന്നെ തോപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതെ അതെ, വരും. ലീലയെ ഭാര്യയാക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ്. വല്ലാത്ത ഭാഗ്യം തന്നെ. മാളികയിൽ നിന്നും കുടിലിലേക്ക് കൊണ്ടുവന്ന ഭാഗ്യം. ഒരു കണക്കിന് ഇതൊരു ഭാഗ്യം തന്നെയാണ് മോളെ. എന്റെ കൊച്ചുമോൻ വളരെ വലിയവനായി. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. ഇതിനൊന്നും വേണ്ട അച്ഛാ, അച്ഛന്റെ സ്നേഹം മാത്രം മതി. അവനൊരു പുതിയ ആദിനാരായണൻ തമ്പിയാക്കി ഇരട്ടെ. പാച്ചുപിള്ള ഇപ്പോൾ വലിയ പണക്കാരനായെങ്കിലും എനിക്ക് പഴയ പാച്ചുപിള്ള തന്നെയാണ്. വിദ്യയുടെ വിവാഹക്കാര്യം തീരുമാനിക്കുമ്പോൾ പാച്ചുപിള്ള കൂടി ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി. കൊച്ചമ്മയുടെ ആശ്രിത വാത്സല്യം പണ്ടേ പ്രസിദ്ധമല്ലേ? പറയാനുള്ളത് പറഞ്ഞാൽ നോക്കാനുള്ളത് നോക്കിയേക്കാം. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഭക്തജനങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ അങ്ങ് ധൃതി പിടിക്കാതെ പാച്ചുപിള്ളേ, ദേവകി കൊച്ചമ്മയല്ലേ വിളിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ മകളുടെ ജാതക പൊരുത്തം പോലും നോക്കിയത് എന്റെ ശിഷ്യൻ തോമസ് ആണ്. എന്നാണ് മകളുടെ വിവാഹം? അടുത്ത ഞായറാഴ്ച. കുറച്ച് വിപുലമായ തോതിലാണ്. മേജർ സെറ്റ് കഥകളിയുണ്ട്.
കൊച്ചമ്മേ, നമുക്കും വേണം ഒരു കഥകളി. ജാതകങ്ങൾ തന്നാൽ പരിശോധിച്ച് വിവരങ്ങൾ കുറിച്ചു കൊടുത്തേക്കാം. ജാതകമെല്ലാം അവര് തന്നെ നോക്കി വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. കൊല്ലത്തെ കുട്ടപ്പൻ നായരുടെ മകനാണ് പയ്യൻ. നമുക്ക് മുഹൂർത്തം മാത്രം നോക്കിയാൽ മതി. അതായത് ഹോട്ടൽ ഇന്ദ്രനീലത്തിന്റെ ഉടമസ്ഥൻ കുട്ടപ്പൻ നായരുടെ മകൻ IAS പയ്യൻ. ഓഹോ, പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം മറന്നുപോയി. കുറിപ്പ് ബാങ്കിൽ കിടക്കുന്ന പണം മുഴുവൻ ഉടനെ പിൻവലിക്കണം. ഏത് പണം? എസ്റ്റേറ്റ് അക്കൗണ്ടിൽ ബാങ്കിൽ നിൽക്കുന്ന പണം. പണം ബാങ്കിലില്ലാന്ന് മാത്രമല്ല, കുറെയൊക്കെ കടവും വരുത്തി വെച്ചിരിക്കുകയാണ്. തുറന്നു പറയാതിരുന്നാൽ ഞാൻ വെള്ളത്തിലാവുമല്ലോ എന്ന് കരുതിയാണ്. ഉള്ളത് അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ ഗണേശ്... എന്താ കുറിപ്പ് ഈ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഗണേശിനോട് ചോദിക്കണം. പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തതല്ലേ. ഭാര്യയും ഭർത്താവും കൂടി... നിർത്തൂ, മതി, എന്റെ തല ചുറ്റുന്നു. ആ, ഈ വയസ്സുകാലത്ത് ഇനിയും ഈ ജോലി എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിച്ചാൽ നന്നായിരുന്നു. ആ, കുറുപ്പിന്റെ ശുക്രദശ കഴിഞ്ഞില്ലേ, ഇനി പോകാം. എല്ലാവരും കൂടി എന്നെ ഈ നിലയിലാക്കിയിട്ട് നീ ഞാൻ പറയുന്നത് അനുസരിക്കുകയില്ല, എന്നോട് സഹായിക്കുകയുമില്ല. ഞാനൊരു മോഡേൺ വൈഫാണ്. ഭർത്തൃപാദങ്ങളിൽ തൊട്ടു വന്നിരിക്കുന്ന പഴഞ്ചൻ ഭാര്യയല്ല. നമ്മൾ ഒരു സുഹൃത്തുക്കൾ മാത്രമാണ്. എനിക്ക് ഇന്ന് തത്വചിന്തകളൊന്നും കേൾക്കാൻ സമയമില്ല. നിന്റെ അച്ഛനോട് 3 ലക്ഷം രൂപ വയ്ക്കാൻ കഴിയുമെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, ആ പിശുക്ക് സ്ത്രീ, എന്നോട് കടമായി ചോദിച്ചാൽ ഞാൻ രൂപ കൊടുക്കാം. പിന്നെ അവരെന്നെ വകവയ്ക്കുമല്ലോ. നീ പണം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അമ്മയോട് പറയാം. രേഖ, ഈ അവസരത്തിൽ നീ എന്നെ കൈവടിയരുത് പ്ലീസ്. നീ എന്റെ ഹണിയല്ലേ? ഏതായാലും വിവാഹ നിശ്ചയം വളരെ മംഗളമായി നടന്നു. ധനുരാശി വളരെ വിശേഷമാണ്. എന്റെ മകനാണെങ്കിൽ ഇപ്പോൾ വ്യാഴദശ നടപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ ഭാഗ്യം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണവും പണ്ടവും കൈ അയച്ചു കൊടുക്കണം. എനിക്കുള്ളതെല്ലാം ഞാൻ അവൾക്ക് കൊടുക്കും. ഏകദേശം 1000 പവന്റെ സ്വർണം കാണുമെന്നല്ലേ പറഞ്ഞത്? ഏകദേശം അത്ര തന്നെ കാണും. അത് പ്രത്യേകം ഒരു ഷെൽഫിൽ പൂട്ടിയിരിക്കുകയാണ്. വിവാഹ ദിവസം എല്ലാം പുറത്തേക്കെടുക്കാം. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആഭരണങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കണം. അതാണല്ലോ എന്റെ മര്യാദ. പോക്കറ്റ് മണി 1.5 ലക്ഷം എന്ന് പറഞ്ഞത് ഒരു 2 ആക്കിക്കൂടെ? നിങ്ങളുടെ വിലയും നിലയും വെച്ച് നോക്കുമ്പോൾ, അല്ല, എന്റെ മകന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് കൊടുക്കുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ കുറെ കണക്കുകളൊക്കെ ശരിപ്പെടുത്താൻ. അല്ല, ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. സാവധാനം മതി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അതെ. യജമാനെ, ആ മാർവാടി പിന്നെയും വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങേര് തീരെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കില്ലെന്നാണ് ഇപ്പൊ സത്യം പറഞ്ഞു. നെവർ മൈൻഡ്, പണം നാളെ രാവിലെ വീട്ടിലെത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. ഓ, അച്ഛ ഉറക്കമാണോ? നീയോ? തനിച്ചേ ഉള്ളൂ. ഗണേശൻ എവിടെ? അച്ഛൻ അറിഞ്ഞൂടെ ഞാൻ ഒരു സ്വതന്ത്ര ജീവിയാണെന്ന്? എന്റെ കാര്യത്തിന് ഞാൻ വന്നല്ലേ പറ്റൂ. നെവർ മൈൻഡ്, നീ വന്ന കാര്യം പറയൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഐ മീൻ ഇൻ യുവർ മാരീഡ് ലൈഫ്? എനിക്ക് 3 ലക്ഷം രൂപ ഉടനെ വേണം. നമ്മുടെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണിത്. അച്ഛന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഗണേശനോട് ഏറ്റുപോയി. അത്രേ ഉള്ളോ? നെവർ മൈൻഡ്, 15-ാം തീയതി കൂടി പോരെ? മതി, ഞാൻ 15-ാം തീയതി വരാം. ഇതെന്ത് വരവും പോക്കുക. ഒരു കൈ ഇരുന്നിട്ട് പോവാ. ഇല്ല അച്ഛാ, ഉടനെ വിവരം ചെന്ന് പറഞ്ഞേ മതിയോ?